വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഡിസ്കഷൻ ഒന്ന് ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളവയാണ്, അതൊന്നും കൂടി നമ്മൾ ആവർത്തിച്ച് പറയുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, ഡൊമൈൻ ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിനകത്ത് 1, 1, on to, many one, into ഫങ്ഷൻസ് എല്ലാം. ഇതിൽ ക്ലബ് ചെയ്തിട്ട് ബൈജക്റ്റീവ് ഫങ്ഷൻസും മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫൈങ് ദം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് ഗ്രാഫ്സ് ഓഫ് സിമ്പിൾ ഫങ്ഷൻസ് ഇന്നത്തെ ക്ലാസ്സിലെ പ്രത്യേകതയാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. Definition of functions. X and Y are two non-empty sets ആണെങ്കിൽ each and every element there exists a unique correspondence between that two. എയുടെ എല്ലാ എലമെൻറ്റുകളും ബിയിലോട്ട് നമുക്ക് യൂണീക്ലി കറസ്പോണ്ട് ചെയ്യപ്പെടുന്നതാണ്. ആ കറസ്പോണ്ടൻസിനാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എല്ലാ എലമെൻറ്റുകളും നമുക്ക് ഉണ്ടാവണം എന്നുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നിനു പോലും ഇമേജ് ഇല്ലാതെ ആവരുത്. ഇതിൽ നമ്മൾ എക്സ് വൈയുടെ പ്രീ ഇമേജ് ആയിട്ടും വൈ എക്സിൻ്റെ ഇമേജ് ആയിട്ടുമാണ് വരിക. എവറി എലമെൻറ്റ് ഇൻസൈഡ് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഫങ്ഷൻസിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഡൊമൈൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, കോഡൊമൈൻ വരുന്നുണ്ട്, റേഞ്ച് ഓഫ് ഫങ്ഷൻസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിക്ലെയർഡ് ആയിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ ഡൊമൈനും റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ഡൊമൈൻ ഓഫ് ദ ഫങ്ഷൻ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയർ പഠിച്ചത് തന്നെ എടുത്ത് പറയുന്നുള്ളൂ. ഇപ്പോൾ ഡൊമൈൻ ഡിഫൈൻ ചെയ്യാനായിട്ട് വേണ്ട 2 കണ്ടീഷൻസ്. ഡിനോമിനേറ്റർ മസ്റ്റ് നോട്ട് ബി 0. അപ്പോൾ നമുക്കറിയാൻ പറ്റും എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1/(x-3) അങ്ങനെ പറയുമ്പോൾ എക്സ് നോട്ടുകൾ 3 ആയിരിക്കണം. ടാൻ എക്സ് സൈനസ് ബൈ കോസ് എക്സ്, കോസ് എക്സിൻ്റെ വാല്യൂ 0 ആകുന്ന വാല്യൂ നമുക്ക് ഡൊമൈൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഡൊമൈൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ആ ഡെഫിനേഷൻ ഫോർ എ ഫങ്ഷൻ എഫ് ഡൊമൈൻ ഡിഫൈൻഡ് ബൈ എക്സ് ബിലോങ്സ് ടു ആർ, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് എക്സിനെ ഡിഫൈൻഡ് ആക്കുന്ന വാല്യൂസ് ആണ് നമ്മൾ എക്സിന് കൊടുക്കുക. അതൊരു സൈക്ലിക് ഡൊമൈൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. കൺസിഡർ ഫംഗ്ഷൻ റൂട്ട് എക്സ് എന്ന് വിളിച്ചാൽ എക്സ് ഡിഫൈൻഡ് ആകുന്ന നെഗറ്റീവ് വാല്യൂസിന് പറ്റാത്തപ്പം ഓൺലി പോസിറ്റീവ് റിയൽ വാല്യൂസ് ആണ്. വേണം 0യും ആകാം. 1/(x) എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡൊമൈൻ്റെ ഇമ്പോർട്ടൻസിൽ പറയുന്നത്. ഇനി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 2 ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സം വരിക എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് സം ഓർ ഡിഫറൻസ് പ്രോഡക്റ്റ് വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എഫിൻ്റെ ഡൊമൈൻ ഡി എഫ് ജിയും ജിയുടെ ഡൊമൈൻ നമുക്ക് എഫിൻ്റെ ഡി എഫും ജിയുടെ ഡി എഫ് ജിയും ആണെങ്കിൽ അതിൻ്റെ കോമൺ ഇൻ്റർസെക്ഷനാണ് നമ്മൾ രണ്ടിൻ്റെയും കൂടി എടുക്കുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നു. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും 2 കണ്ടീഷൻസ് എടുത്താൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ 2x എടുത്താൽ എൻ്റെ റിയൽ നമ്പർ അതിൻ്റെ ഡൊമൈനാണ്. ലോഗ് എക്സ് ആണെങ്കിൽ നമുക്ക് x-1 പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ നമുക്ക് ലോഗ് എക്സിന് ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ x-1 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ എക്സ് ബിലോങ്സ് ടു 1, ആണ്. എഫ് ഓഫ് എക്സ് ലോഗ് x+1 ആകുമ്പോൾ ഉണ്ടാവേണ്ട ഡൊമൈൻ ഇതിൻ്റെ ഡൊമൈൻ. എന്നാൽ ഇവിടെ 2 കേസ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുമ്പം എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് x-1 എടുക്കുമ്പം ദിസ് പ്രൊവൈഡ് x-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എനിക്ക് അവിടെ റൂട്ട് 0 ആണെങ്കിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1, എന്ന് എടുക്കാം. 1ൽ കൂടുതലാണ്. എന്നാൽ 1/(x-2) ഡിഫൈൻ ചെയ്യുമ്പോൾ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടീഷനിൽ എക്സ് ബിലോങ്സ് ടു എൻ്റെ റിയൽ നമ്പർ -2 ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഇത് ഒരു R1 ആണ് അല്ലെങ്കിൽ RF ആണ്, ഇതൊരു RG ആണ്. ഇപ്പം ഇത് രണ്ടിൻ്റെയും കൂടെ ഉള്ള ഇൻ്റർസെക്ഷനാണ് RF ഇൻ്റർസെക്ഷൻ RG എന്ന് പറയുമ്പോഴാണ് എക്സാക്ട്ലി ഈ എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈൻ കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ ഓഫ് ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ 1, നിന്ന് എൻ്റെ റിയൽ നമ്പറിൻ്റെ ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഈ 2 കളയേണ്ടി വരും. -2 ഇങ്ങനെ കൊടുക്കണം. ഇതാണ് എൻ്റെ കണ്ടീഷൻ. നമ്മളെപ്പോഴും ഡൊമൈൻ എടുക്കുമ്പം കിട്ടുന്ന ഒരു വഴി ഇങ്ങനെയാണ്. ഇതെൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മളെ സംബന്ധിച്ച് 1 to A ആണ്, 2 to A ആണ്, 3 to B ആണ്, ഇവിടെ C ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഇതിനെ നമുക്കിന്ന് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഇന്ന് എക്സാക്ട്ലി ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഒരു എക്സ്ട്രാ എലമെൻറ്റ് എടുക്കുന്നുണ്ട്. അത് അതിന്മേൽ മൊത്തത്തിൽ കിടക്കുന്നതല്ല, 1 to അല്ല, അത് ഇൻറ്റു ഫംഗ്ഷനാണ്. അതുപോലെ ഇവിടെ 2 ഒന്നിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അത് 1 to 1 അല്ല, many one ആണ്.
ഇങ്ങനെ നമ്മൾ ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പോകുന്നത്. In mathematics, functions can be classified based on how elements of the domain are mapped to the codomain or range. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിപ്പെൻഡിങ് ഓൺ ദിസ് മാപ്പിംഗ് നമുക്ക് എടുക്കാൻ പറ്റുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ബേസിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 1-1 ഓർ ഇൻജെക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ 1-1 ഓർ ഇൻജെക്റ്റീവ്, അല്ലെങ്കിൽ മിനിറ്റ് 1 അതിന് ജനറലിയാണ് 1-1 ആണ് നമ്മൾ ബേസിക്കലി പറയാം, മറ്റു മിനിറ്റ് 1 ആണ്. ഇനി നമുക്ക് വരുന്ന അടുത്ത് ഓൺ ടു സർജക്റ്റീവ് ഫ്രെയിമിങ്ങിലുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് ഇൻ ടു എന്നുള്ള ഫംഗ്ഷൻ. ഇത് 4 ബേസിക് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ 1-1 ഓൺ ടു അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവ. ഇനി ഇതിൽ ഇൻജെക്റ്റീവും സബ്ജക്റ്റീവും കൂടി ചേർത്ത് 5ാമത്തെ ദാറ്റ്സ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ അവർ ഫങ്ഷണൽ ഫ്രെയിം. അത് നമുക്ക് ബൈജക്റ്റീവാണ്. ബൈജക്റ്റീവ് ഫങ്ഷൻസും കൂടിയാണ് നമ്മൾ വരാനുള്ളത്. അതിൽ ഓരോന്നും നമ്മൾ എടുത്തു പോകാം. അതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് 1-1 ഫംഗ്ഷനാണ് നമ്മുടെ ആദ്യത്. എ ഫംഗ്ഷൻ ഈസ് കോൾഡ് 1-1 ഇഫ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഷുഡ് മാപ്ഡ് വിത്ത് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ എന്ന് പറയുമ്പോഴാണ് 1-1 ആവുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾ നോക്കുക, ഈ 1A-ലോട്ടും 2B-ലോട്ടും 3C-ലോട്ടും ആണെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ ഡൊമൈൻ ഹാസ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ കോഡൊമൈൻ. സോ ഇറ്റ് ഇസ് ആക്ച്വലി 1-1 ആണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ആരോ ഡയഗ്രം ആയതുകൊണ്ട് വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് 1-1 ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അല്ലാതെ അനലിറ്റിക്കൽ ഫ്രെയിമൊക്കെ വരുമ്പം ഇത് ഇച്ചിരി കൂടി ഡിഫറെൻ്റാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുക. അതിന് ഫംഗ്ഷൻ 1-1 ആയിട്ട് വരാൻ നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻസ് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് നമ്മൾ എടുക്കുക. x1 x2 ഡിഫറെൻ്റ് ആണെങ്കിൽ f(x1)ഉം f(x2) ഈക്വൽ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഡിഫറെൻറ്റ് ഇമേജുകളല്ല, അത് സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് 3 ഇമേജസ് ആയിട്ടുള്ളത് അങ്ങനെ ആയിരിക്കണം, x1 ആയിരിക്കണം. ഇതാണ് എൻ്റെ 1-1 ആണോ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പണി. 2 വ്യത്യസ്തമായിട്ടുള്ള എടുക്കുന്നതിന് വരെ സെയിം ആയിട്ടുള്ള എടുത്ത് നോക്കിയിട്ട് അതിന് സെയിം ആയിട്ടുള്ള ഇൻപുട്ടാണ് നോക്കിയാലും മതിയാവും. അതാണ് നമ്മൾ എൻ്റെ ഡെഫിനേഷൻ. സിംപ്ലിഫൈ ദ ഇക്വേഷൻ ആൻഡ് ചെക്ക് ദം വെദർ ഇറ്റ് ഈസ് ഗിവൺ x1 = x2. അപ്പോൾ യെസ് ആണെങ്കിൽ ഫംഗ്ഷൻ 1-1 ആണ്, നോൺ ആണെങ്കിൽ മിനിറ്റ് 1 ആണ്. ഇതാ പല എക്സാമ്പിൾസും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ f(x) ഈസ് ഈക്വൽ ടു 2x + 5. ഇത് നമ്മൾ എഫ് മാപ്സ് ഫ്രം R to R ആണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ R to R എന്നുള്ള ഡൊമൈൻ റേഞ്ച് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ 1-1 ആണോ 1-2 ആണോ മിനിമം ആണോ എന്നൊക്കെ പറയുമ്പം സ്പെസിഫിക്കലി നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പോസിറ്റീവ് റിയൽ നമ്പർ മാത്രം പരിഗണിച്ച് കഴിയുമ്പം f(x) x² എന്ന് പറയുന്നത് 1-1 ആണ്. എന്നാൽ എൻ്റെ റിയൽ നമ്പർ ആണെങ്കിലും 1-1 അല്ല, കാരണം ലെഫ്റ്റ് സൈഡിലും കൂടി ആൻസർ വരുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കാതെ അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എൻ്റെ റിയൽ നമ്പറാണ്. അപ്പോൾ f(x1) എന്ന് പറയുന്നത് 2x1 + 5ഉം f(x2) എന്ന് പറയുന്നത് 2x2 + 5ഉമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൽ f(x1) = f(x2) നമ്മൾ എഴുതുമ്പോൾ f(x1) = f(x2) നമ്മൾ പറയുമ്പോൾ ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യണം. അതായത് 2x1 + 5 = 2x2 + 5 എന്ന് കൊടുക്കും. 5 രണ്ടും കട്ടാക്കി കഴിഞ്ഞാൽ 2x1 = 2x2 എന്ന് എഴുതാൻ പറ്റും. This implies what? x1 = x2. ഇതാണ് നമ്മൾ ആ പറഞ്ഞ കണ്ടീഷനിലത് 1-1 ആണ് ചെക്ക് ചെയ്യാനുള്ള രീതി. f(x1) f(x2) അത് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വിത്തൗട്ട് എനി ഫർദർ കണ്ടീഷൻ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു x1 = x2 എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു. അത് നമ്മുടെ ആ ഡൊമൈൻ റേഞ്ച് കണ്ടീഷൻ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അത് 1-1 ആണ്. ഇത് വയലേറ്റ് ചെയ്യുന്നതിൻ്റെയും കൂടി ഒരു അനലിറ്റിക്കൽ എക്സാമ്പിൾ പറഞ്ഞു വെക്കാം. ഇതിൻ്റെ എങ്ങനെയാണ്? ഇപ്പോൾ f(x) എന്ന് പറയുന്നത് x² ആയിക്കോട്ടെ. ഇവിടെയും ഓർക്കുക നമ്മൾ എഫ് മാപ്സ് ഫ്രം R to R ആണ്. എൻ്റെ റിയൽ നമ്പറാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ x1² f(x1) ആണ് x2² എന്ന് എടുക്കുമ്പം എനിക്ക് x1 ± x2 എന്ന് പറയേണ്ടി വരും. ഇവിടെ 2 വാല്യൂ ആണ് നമുക്ക് ഈ x1 x2 ഈക്വൽ ആണ്. അപ്പോൾ x1 = x2 വരാം, x1 = -x2 വരാം. ഈ ഇത് രണ്ടും നമ്മുടെ റിയൽ നമ്പറിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇതെന്തല്ല 1-1 അല്ല, മിനിമം ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ f(x) = 4 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കി 2ൻ്റെ സ്ക്വയറും 4 ആണ്, -2ൻ്റെ സ്ക്വയറും 4 ആണ്. അപ്പോൾ 2 - 1 2 വ്യത്യസ്തമായ വാല്യൂവാണ്. അപ്പോൾ ഇതെന്താ അല്ല, മിനിമം അല്ല. ഇവിടുത്തെ കാരണം ഈ കിടക്കുന്ന R to R ആയതുകൊണ്ടാണ്. സപ്പോസ് ഇത് ഇങ്ങനെയാണെന്ന് വെച്ചു, f maps ഫ്രം R+ to R+. പോസിറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഈ x1² = x2² എടുക്കുമ്പോൾ ഇതുണ്ടോ, ഈ x1ൻ്റെ പേര് നേരത്തെ പറയുന്നത് ± x2 കിട്ടും. അപ്പോൾ നമുക്ക് x1 = x2 ആണ്, x1 = -x2. ഇവിടെയാണ് ഒരു പ്രത്യേകത. നോക്കി, ഈ x2 ഇൻപുട്ട് പോസിറ്റീവാണ്. അപ്പോൾ ആ പോസിറ്റീവ് വരും -x2 എന്നുള്ള ഈ ഒരു കണ്ടീഷൻ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ x1 = -x2 എന്നുള്ളത് നെഗറ്റീവാണ്.
പക്ഷേ അത് നമ്മുടെ ഈ കോഡൊമൈൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇവിടെ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത് 1 to 1 ആണ് അവിടെ. അപ്പോൾ ഇവിടെ ഒരേ കണ്ടീഷനിൽ നമുക്കുണ്ട്. ഇനി 1 to 1 ആണോ മിനിമം ആണെന്ന് ഗ്രാഫിക്കലി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നോക്കി, നമ്മളെ സംബന്ധിച്ച് e⁻x ഗ്രാഫ് വരച്ചാൽ y = e⁻x ഇതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻക്രീസിങ് സ്റ്റേജ്, ഇതിന് നമ്മൾ ഇൻക്രീസിങ് എന്നാണ് പറയുന്നത്. ഗ്രാഫിൻ്റെ ക്ലാസ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ പറയുന്ന ഗ്രാഫിൽ ഹൊറിസോണ്ടൽ ലൈൻ ഒരു തവണ കട്ട് ചെയ്യുന്നുള്ളൂവെങ്കിൽ അത് ഇൻക്രീസിങ് ആണ്. ഇവിടെയാണ് നമ്മൾ ഇൻക്രീസിങ്ങിൻ്റെ ഗ്രാഫിക്കൽ ഒബ്സർവേഷൻ. ഞാൻ പറഞ്ഞു, ആദ്യം ആരോ ഡയഗ്രം പറഞ്ഞു, പിന്നെ അനലിറ്റിക്കൽ ഫ്രെയിം പറഞ്ഞു, പിന്നെ നമുക്ക് ഗ്രാഫിക്കൽ ഫ്രെയിം. ഇത് മൂന്നും നമുക്ക് ക്ലാസ്സിൽ വളരെ എഫക്റ്റീവായിട്ട് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഗ്രാഫിൻ്റെ ഫ്രെയിമിലോട്ടാണ്. ഈ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ e⁻x ആണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെ വരച്ചാലും ശരി ഒരു തവണ ഇൻ്റർസെക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് 1 to 1 ആണ്. എന്നാൽ ഇതുണ്ട്, ഇത് നോക്കിയാൽ log x ഗ്രാഫ് നമ്മൾ എടുത്താൽ ഇത് ഇങ്ങനെയാണ്, ഇത് 1 to 1. അപ്പോൾ ഗ്രാഫ് വരച്ച് വെച്ചിട്ട് നമുക്കതിനെ നോക്കാൻ പറ്റും. അത് വരുമ്പോൾ അടുത്തൊരു സ്റ്റേജ് നമുക്ക് ഉണ്ടായിരുന്നുണ്ട്. ഇതിൻ്റെ അകത്തെ ഫംഗ്ഷൻ നമുക്ക് ഇത് 1 to 1 ആണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു തവണ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് x³ ഗ്രാഫാണ്. ഇത് നമുക്ക് log x ഗ്രാഫാണ്. ഇത് e⁻x ഗ്രാഫാണ്. അപ്പം ഗ്രാഫിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഈസിയായിട്ട് നമുക്ക് പടം കണ്ടു കഴിയുമ്പോഴേ അത് ആണ്. അപ്പോൾ ഒന്ന് ഗ്രാഫ് വരയ്ക്കാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞത് ഇത് ഒരല്പം കൂടി കടന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കേട്ടോ. നമ്മുടെ ഗ്രാഫിൻ്റെ നേച്ചറിൻ്റെ അഡീഷണൽ ക്ലാസ് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ. അങ്ങോട്ട് ചെല്ലുമ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്ത സ്റ്റേജിൽ കാൽക്കുലസ് പഠിക്കുമ്പം ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്നവയൊക്കെ ഇൻക്രീസിങ് ആണ്, ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുന്നവർക്ക് ഡിക്രീസിങ് ആണെന്ന ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ അത് നമുക്ക് 1 1 ആണോ 1 2 ആണോ എന്നൊക്കെ എടുക്കാനും f'(x) 0 ആക്കുന്ന വാല്യൂ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂറ്റി ഉള്ളതാണെങ്കിൽ മിനിമം ആകുന്നതൊക്കെ കാണുന്ന ഡിസ്കഷൻ വരുന്നുണ്ടാവും. അത് കാൽക്കുലസിൻ്റെ ക്ലാസ്സാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത് വേണ്ട. 1 1 എന്താണ്, അല്ലെങ്കിൽ 1 2 എന്താണ്, മിനിമം എന്താണെന്നൊക്കെ പഠിച്ചു പോകുന്നിടത്ത് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എടുത്തു പോയാൽ മതിയാവും. ഇവിടെ അടുത്തൊരു സ്റ്റേജ് എടുക്കുമ്പോൾ ഇത് ഉണ്ടാവും, ഇത് y = ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ എൻ്റെ റിയൽ നമ്പർ ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മിനിമം ആണ്. അതുകൊണ്ട് രണ്ടിടത്ത് ഇൻ്റർസെക്റ്റിംഗ് ആണ്. അതുപോലെ നമ്മൾ ഈ ഇതിൻ്റെ mod x ഗ്രാഫാണ്, അതും നമുക്ക് മിനിമം ആണ്. ഇനി നമുക്ക് മിനിമം നമുക്ക് നോക്കാൻ പറ്റുന്നതുണ്ട് sin x കർവാണ്. sin x കർവ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോഴും അത് മിനിമം ആണ്. അതുപോലെ cos x കർവ് വരയ്ക്കുമ്പോഴും നമുക്ക് മിനിമം ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മിനിമം കർവ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പം അത് ഇൻ്റർസെക്റ്റ് ചെയ്യണം. എനിക്ക് ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ ഈ 0 കിട്ടുന്ന ഒരു ഒറ്റ ടച്ചിങ് പോയിന്റ് ഉണ്ടാവും. അങ്ങനെ വരുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലസിൻ്റെയും കൂടി ഹെൽപ്പ് എടുത്ത് നമുക്ക് അനലിറ്റിക്കലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ നമുക്ക് എത്തുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണെന്നുള്ള ഗ്രാഫിക്കലായിട്ട് അനലിറ്റിക്കലായിട്ട് അതുപോലെ തന്നെ ആരോ ഡയഗ്രം തന്നാലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ 1 1 മിനിമം 1 2 ഇൻറ്റു ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ക്ലാസ് റൂം അൽഗോരിതം നമ്മുടെ മനസ്സിൽ വേണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഗ്രാഫ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും, അല്ലാതെ അനലിറ്റിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു വേ ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്ലാസ് റൂം അൽഗോരിതം എന്ന് പറയുന്നത്. ഫസ്റ്റ് യു ചെക്ക് ഈസ് ഇറ്റ് 1 1 ഓർ നോട്ട്. 1 1 കാണുന്നത് എന്താണ്, f(x1) f(x2) ഈക്വൽ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കാൽക്കുലേഷൻ ഫൈനലി x1 = x2 വിതൗട്ട് എനി കണ്ടീഷൻ കിട്ടിയാൽ 1 ആണ്. ഏതെങ്കിലും കണ്ടീഷനോട് കൂടിയാണ് കിട്ടുന്നതെങ്കിൽ അത് മിനിമം ആണ്. ദാറ്റ് അൽഗോരിതം ക്യാൻ ബി ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓൺ ടു ആണ് ചെക്ക് ചെയ്യുന്നത്. ഓൺ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഈ പ്രീ ഇമേജ് ആയിട്ട് നിൽക്കുന്ന വൈയുടെ എല്ലാ വാല്യൂസും ഒരെണ്ണം പോലും ഒഴിവാതെ എല്ലാത്തിനും നമുക്ക് ആൻസർ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ y = നമ്മുടെ ഫംഗ്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് എക്സ് നമ്മൾ y ഇൻ ടേംസ് ഓഫിൽ എടുക്കുക. അപ്പോൾ ആ എക്സിൻ്റെ എക്സ്പ്രഷൻ y കൊണ്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ വൈയുടെ എല്ലാ വാല്യൂസിനും ഡിഫൈൻ ചെയ്യുന്ന എക്സ് ഉണ്ട് എങ്കിൽ വി കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ദെയർ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ y = എന്നുള്ള കണ്ടീഷൻസ് നമുക്ക് സോൾവ് ചെയ്തിട്ട് വൈയുടെ ഈ വാല്യൂസിന് നമ്മുടെ എക്സ് കിട്ടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു എന്ന് പറയാൻ പറ്റും. നേരെ വെച്ച് എല്ലാ എക്സും ഡിഫൈൻഡ് ആണെങ്കിൽ വൈയുടെ എല്ലാ വാല്യൂസും വെച്ചിട്ട് എല്ലാ എക്സും ഡിഫൈൻഡ് ആണെങ്കിൽ അത് ഓൺ ടു ആണ്. അങ്ങനെയാണ് നമ്മൾ ഓൺ ടു ചെക്ക് ചെയ്യുന്നത്. ഇത് രണ്ടുമാണെങ്കിൽ നമുക്ക് ബൈജക്റ്റീവ് ആണെന്ന് പറയാം. ഇതാണ് ബൈജക്റ്റീവ്നെസ്സിൻ്റെ പറയുന്നത്. ഇനി നോട്ട് ഓൺ ടു ആണെങ്കിൽ അത് ഇൻറ്റു എന്ന് പറയണം, നോട്ട് തിരിച്ചാണെങ്കിൽ നമുക്ക് മിനിമം. ഇങ്ങനെ ഉള്ള ക്ലാസിഫിക്കേഷനിലൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ബേസിക്കലി പഠിച്ചു വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം 1 1 ആണെന്ന് അനലിറ്റിക്കലി ചെയ്യാൻ പഠിച്ചു വെക്കുക, ഓൺ ടു ആണെന്നും അനലിറ്റിക്കലി ചെയ്യാൻ പഠിച്ചു വെക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. y = f(x) ആണെങ്കിൽ ആ f(x)ൻ്റെ അകത്ത് x = f(y) കണ്ടുപിടിക്കുന്ന ഒരു പാറ്റേൺ തിരിച്ചു വെക്കണം. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന y എല്ലാ വാല്യൂസിനും ഡിഫൈൻഡ് ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ എക്സിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്.
ഗ്രാഫ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ചില വാല്യൂസ് നമുക്ക് നോക്കുമ്പോഴേ ഇല്ലാതെ വരും. വെൻ ഡയഗ്രാം വളരെ ഒബ്വിയസ് ആയിട്ട് എക്സ്ട്രാ അറ്റ്ലീസ്റ്റ് 1 വാല്യൂ ഇൻ ദ കോഡൊമൈൻ വിച്ച് ഇസ് നോട്ട് മാപ്ഡ് ആണെങ്കിൽ അത് ഓൺ ടു അല്ലെന്ന് പറയാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ കണ്ടീഷൻസിൽ ഉള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ക്ലോസിംഗ് ആണ്. ക്ലോസിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ്. ഡെഫിനേഷൻ ഓഫ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് പഠിച്ചു വെക്കണം നിങ്ങൾ. അതുപോലെ തന്നെ ഡൊമൈൻ ഓഫ് ഫംഗ്ഷൻസ്, കോഡൊമൈന്, അത് രണ്ടും അറിഞ്ഞു വെക്കണം. റേഞ്ചും അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, അത് 1 എന്താണ്, മിനിമം എന്താണ്, ഓൺ ടു എങ്ങനെയാണ്, ഇൻ ടു എങ്ങനെയാണ്, ബൈജക്റ്റീവ് ആണ്. ഇനി മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫൈങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് റൂൾ ഓഫ് ഗ്രാഫ് തന്നെ വെച്ച് ഗ്രാഫ്സ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്.